കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് മറയൂർ മേഖലാ സമ്മേളനം നടന്നു. മറയൂർ ടൗണിൽ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം രജനീഷ് നിർവഹിച്ചു. ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു. കേബിൾ ടിവി ബ്രോഡ്ബാൻഡ് രംഗത്തെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ സംഘടനയായ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ മേഖലാ സമ്മേളനങ്ങൾ സംസ്ഥാനത്തുടനീളം നടന്നുവരികയാണ്. 15ാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നടക്കുന്ന മേഖലാ സമ്മേളനങ്ങൾക്ക് ഇടുക്കി ജില്ലയിലും തുടക്കമായി. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് മറയൂർ മേഖലാ സമ്മേളനം മറയൂർ ടൗണിൽ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടന്നു. പതാക ഉയർത്തിയതോടുകൂടി സമ്മേളനത്തിന് തുടക്കമായി. സമ്മേളനം സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം രജനീഷ് ഉദ്ഘാടനം ചെയ്തു. മറയൂർ മേഖലയിൽ സിഐയുടെ പ്രവർത്തനം മികച്ചതെന്നും കൂടുതൽ പ്രവർത്തനം സജ്ജമാക്കാൻ സംസ്ഥാന കമ്മിറ്റി തലത്തിൽ എല്ലാവിധ സഹകരണം ഉണ്ടാകുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ രജനീഷ് പറഞ്ഞു. പോലെ തന്നെ വളരെ എനിക്ക് തോന്നുന്നു ഭൂമിശാസ്ത്രപരമായിട്ട് മറയൂർ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുകൊണ്ടിടിച്ച ഒരു ഏരിയയാണ്. ഒരു മറ്റുള്ള എല്ലാ ജില്ലകളിൽ നിന്നും വിഭിന്നമായിക്കൊണ്ട് ഇവിടെ ഒരു സേനിക്കുന്ന ഒരു സിംഗിൾ ഫൈബർ മാത്രം, ഒരു റിഡൻഡൻസി പോലും ഇല്ലാത്ത ഒരു രീതിയിലാണ് ഇവിടെ നിങ്ങൾ നെറ്റ്വർക്ക് നടത്തുന്നത്. അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകളെല്ലാം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. പക്ഷേ എന്തൊക്കെയായാലും കേരളത്തിൽ ഇന്ന് നമ്പർ 1, കേരളത്തിലും ഇന്ത്യയിലും തന്നെ നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന, ഇന്ത്യയിൽ ഡിജിറ്റലിൽ ഇന്ത്യയിൽ 4ാം സ്ഥാനത്തും ബ്രോഡ്ബാൻഡിൽ 6ാം സ്ഥാനത്തും സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരള വിഷൻ്റെ നല്ല സിഗ്നൽ കൊണ്ട് തന്നെ ഈ ബിസിനസ് നിങ്ങൾക്ക് ഒന്നും കൂടി ഇമ്പ്രൂവ് ആക്കിയെടുക്കാം. കേരളത്തിൽ ഡിജിറ്റൽ ടിവി മേഖലയിൽ 1ാം സ്ഥാനവും ബ്രോഡ്ബാൻഡ് 1ാം സ്ഥാനവും നിലനിർത്തി വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ബ്രോഡ്ബാൻഡ് 6ാം സ്ഥാനവും ഡിജിറ്റൽ ടിവി 4ാം സ്ഥാനത്തിലുമാണ്. വിവിധ കമ്പനികൾ എയർ ഫൈബർ വഴി സിഗ്നൽ നൽകുമ്പോൾ കേരള വിഷൻ വീടുകളിലേക്ക് നേരിട്ട് ഫൈബർ എത്തിച്ച് നൽകുമ്പോൾ ഏറ്റവും മികച്ച സിഗ്നലാണ് ലഭിക്കുന്നത്. ഇതാണ് നമ്മുടെ ലക്ഷ്യവും. തുടർന്നുള്ള പ്രവർത്തനത്തിൽ ജനങ്ങൾക്ക് മികച്ച സേവനം നൽകുവാനും വേണ്ടത്ര ശ്രദ്ധയോടെ മുന്നോട്ടു പോകുമെന്നും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനീഷ് പറഞ്ഞു. മറയൂർ മേഖലാ പ്രസിഡന്റ് എസ് അണ്ണാദുരൈ അധ്യക്ഷത വഹിച്ചു. മേഖലാ കൺവീനർ ബിജു പൗലോസ്, ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ, ട്രഷറർ ഷാജിസി ജോസഫ്, സെക്രട്ടറി അനീഷ്, സംസ്ഥാന കമ്മിറ്റി അംഗം അഗസ്റ്റിൻ കെ ഡാനിയൽ ഉൾപ്പെടെ മറയൂർ മേഖലയിലെ 13 കമ്മിറ്റി ഭാരവാഹികളും പങ്കെടുത്തു. സമ്മേളനത്തിൽ പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി സന്തോഷ്, സെക്രട്ടറിയായി സീമോൻ, ട്രഷററായി ചന്ദ്രനെയും ജോയിന്റ് സെക്രട്ടറിയായി ജോമോൾ പ്രമോദ്, എക്സിക്യൂട്ടീവ് മെമ്പറായി അണ്ണാദുരൈ എന്നിവരെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, മറയൂർ.